ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയിലേക്കാണ്. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റിൽ കരാർ പാസ്സായിരിക്കുകയാണ്. 33 അംഗ ക്യാബിനറ്റിലെ 24 അംഗങ്ങൾ വെടിനിർത്തലിന് അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 8 പേർ എതിർത്തും വോട്ട് ചെയ്തതോടെയാണ് കരാർ പാസ്സായിരിക്കുന്നത്. 42 ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ ക്യാബിനറ്റ് കരാർ അംഗീകാരത്തിന് നൽകിയിരിക്കുന്നത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ കരാർ പാസ്സായത്. നീണ്ട 6 മണിക്കൂറാണ് ഇസ്രായേൽ ക്യാബിനറ്റ് ഈ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരായ ബെൻ ഗിർ, ബാസൽ സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ളവരാണ് എതിർത്ത് വോട്ട് ചെയ്ത 8 പേരിലെ പ്രധാനപ്പെട്ട പ്രമുഖർ. കരാർ പ്രകാരം ആദ്യഘട്ടത്തിലെ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. പകരം 2000 ഫലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കണം. ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് തന്നെ മടങ്ങും. അമേരിക്കയുടെ പിന്തുണ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റിൽ അംഗങ്ങളോട് വ്യക്തമാക്കി. കരാർ പ്രാബല്യത്തിൽ വന്നാൽ ബന്ദികളെ ഞായറാഴ്ച പുലർച്ചെ മുതൽ തന്നെ മോചിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനുമുള്ള സൗകര്യങ്ങൾ ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം ചെയ്തു വച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാലത്തേക്ക് ബന്ദികളായവർക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികവുമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ തങ്ങൾ സ്വീകരിക്കും. 4 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും സംവിധാനവും നിർദ്ദേശങ്ങൾ നൽകിയതായും ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീൻ അതോറിറ്റിയും ഇസ്രയേലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന 2000 ബന്ദികൾ അവർ പല കാലഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ 19 വയസ്സിൽ താഴെയുള്ള ആളുകൾ നിരവധി പേരുണ്ട്. ആ തരത്തിൽ ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തങ്ങളും എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളും തങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഫലസ്തീൻ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബന്ധിമോചനത്തിന് ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള 33 ബന്ധികൾക്ക് പകരം 2000 ഫലസ്തീനികളെ വിട്ടയക്കണം. ഇസ്രയേലിന്റെ ഓരോ സിവിലിയൻ ബന്ധിക്ക് പകരമായി 30 ഫലസ്തീനികളെ വീതം ഇസ്രയേൽ വിട്ടയക്കണം. കൂടാതെ ഓരോ ഇസ്രയേൽ വനിതാ സൈനിക ബന്ധിക്ക് പകരം 50 ഫലസ്തീൻ ബന്ധികളെയും പുറത്തുവിടണം എന്നതാണ് കരാറ്. രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിന്നും ഹമാസ് മുഴുവൻ ബന്ദികളെയും കൈമാറണം. ഈ ഘട്ടത്തിൽ ഇസ്രയേൽ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണമാണ് നടക്കേണ്ടത്. സമാധാന ഘട്ടത്തിലേക്ക് പോയാൽ ഫലസ്തീന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്ന് ഫലസ്തീൻ അതോറിറ്റി ഇതിനോടകം അറിയിച്ചു. തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കും മുൻപ് ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് ട്രംപ് ടീം ആവശ്യമുന്നയിച്ചിരുന്നു. ഇക്കാര്യം സാധ്യമാക്കുന്നതിനായി ഇസ്രയേലിന് മേൽ കനത്ത സമ്മർദ്ദമാണ് ട്രംപ് ചുമത്തി വന്നിരുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച ചർച്ചകളിൽ ഇസ്രയേൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു പലപ്പോഴായിട്ട് നമ്മൾ കണ്ടത്. എന്നാൽ കേവലം 42 ദിവസത്തേക്കുള്ള ഈ കരാർ അനന്തമായി നിലനിർത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഈ 42 ദിവസത്തിനുള്ളിൽ നടക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക ചർച്ചയിൽ ഖത്തറും ഈജിപ്തും US മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അൽ ജസീറയിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഈ വെടിനിർത്തൽ അനന്തമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. കാരണം കരാറിലെ 2-3 ഘട്ടങ്ങൾ നടപ്പിലാക്കാൻ അമേരിക്കക്കുൾപ്പെടെ ഭാവിയിൽ കഴിഞ്ഞേക്കില്ല എന്ന ആശങ്ക ആ റിപ്പോർട്ട് പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നു, പക്ഷേ സംഘർഷം അവസാനിപ്പിക്കുന്നില്ല എന്ന് യമൻ ആസ്ഥാനമായുള്ള ഹൂത്തികളുടെ രാഷ്ട്രീയ ബ്യൂറോ അംഗം മുഹമ്മദ് അൽ ബുഖൈതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഫലസ്തീനിലും ലബനാനിലും ഉൾപ്പെടെ വലിയ ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. ബന്ധികളുടെ ബന്ധുക്കൾ, കാലങ്ങളായി ഇസ്രയേൽ പിടിച്ചുകൊണ്ടുപോയ ആളുകളുടെ ബന്ധുക്കൾ വലിയ പ്രതീക്ഷയോടുകൂടി അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആ തരത്തിലുള്ള ആഹ്ലാദ ആരവങ്ങൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും സമാധാനപൂരിതമായൊരു ലോകത്തിലേക്കുള്ള വളരെ വലിയ നല്ല തീരുമാനമായി ഇത് മാറട്ടെ. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം.